തിരഞ്ഞെടുപ്പ് പ്രചാരണ പൂരം കൊട്ടിക്കലാശിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ദേശീയ നേതാക്കളെ കളത്തിലിറക്കി ആവേശം ഇരട്ടിയാക്കി മുന്നണികൾ. രാഹുൽ ഗാന്ധിയും അമിത്ഷായും അടക്കം ദേശീയ നേതാക്കളിൽ നിന്ന് മുന്നണികൾക്ക് വേണ്ടി വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തി. തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രചാരണം. തൃശൂരിലും കണ്ണൂരിലും കാസർഗോഡും UDF ക്യാമ്പിനെ ആവേശത്തിലാക്കിയ രാഹുൽ ഗാന്ധി CPIM BJP ഡീൽ ആരോപണം ആവർത്തിച്ചു. Surprisingly, no cases, no attack from BJP on your chief minister. Everybody knows the chief minister and his family are corrupt. No interrogation, no ED, no CBI, no questioning, no cases, nothing. Everything is okay for the chief minister of Kerala. കോഴിക്കോടും മലപ്പുറത്തും കണ്ണൂരിലുമായിരുന്നു AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണം. That there has been a secret deal between the LDF and the BJP. We have seen massive theft in Sabarimala, but nothing, not one word from the Prime Minister. Not a single proper inquiry. All of us who oppose the Prime Minister and raise our voice against him. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഒല്ലൂരിലും തിരുവനന്തപുരത്തും NDAക്ക് വേണ്ടി പ്രചാരണത്തിനെത്തി. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ആലപ്പുഴയിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും പ്രചാരണത്തിനെത്തി. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.